എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ, ഇന്ന് ഈ പരിപാടിയുടെ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീമദ് വിഖ്യാനന്ദ സ്വാമികൾ, ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച കർണാടക ഗുരുധർമ്മ പ്രചരണ സഭയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ.കെ. തങ്കപ്പൻ അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള ഗുരുധർമ്മ പ്രചരണ സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി മീന മദീൻ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റ് ബഹുമാന്യരായിട്ടുള്ള ബാംഗ്ലൂരിലെ പാർലമെന്റ് അംഗം ശ്രീ PC മോഹൻ, രാജ്യസഭയിൽ എൻ്റെ കൂടെ അംഗമായിരുന്ന ശ്രീ BK ഹരിപ്രസാദ്, കർണാടകത്തിലെ മുൻ മന്ത്രി ശ്രീ MV കുട്ടേദാർ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ കർണാടക ഘടകത്തിന്റെ രക്ഷാകർത്ത പാട്രൺ ഡോക്ടർ ജീജ മാധവൻ ഹരിസിംഗ്, മാതൃസഭയുടെ അധ്യക്ഷ ഡോക്ടർ കമല ഉണ്ണികൃഷ്ണൻ അവർകൾ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിന് കോർഡിനേറ്റ് ചെയ്യുന്ന രഞ്ജൻ സതീഷ്, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പരിപാവനമായിട്ടുള്ള ഒരു ചടങ്ങിൽ സംബന്ധിക്കാനുള്ള ഈ അവസരം കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ബാംഗ്ലൂർ സന്ദർശനം, ആ ബാംഗ്ലൂർ സന്ദർശനത്തിന്റെ 125 വർഷം ആചരിക്കുന്ന, അതിനോടനുബന്ധിച്ചിട്ടുള്ള അതനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് കർണാടകത്തിലെ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും കർണാടക രാജ്യോത്സവമായിട്ടുള്ള സാന്ദർഭികമായിട്ട് ഇന്ന് കേരളത്തിൻ്റെയും കൂടി കേരളപ്പിറവി ദിവസമാണ്. നമ്മുടെ രാജ്യത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കർണാടകവും കേരളവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. കർണാടക രാജ്യോത്സവം കൂടിയായിട്ടുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും കർണാടക രാജ്യോത്സവ ആശംസകൾ നേരുന്നു. അതോടൊപ്പം കേരളപ്പിറവി ആശംസകൾ കൂടി നേരാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിലും അതോടൊപ്പം ബാംഗ്ലൂർ ശ്രീനാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിലും ഉൾസൂർ തടാകക്കരയിൽ അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ സ്ഥലം എന്നുള്ള നിലയിൽ അതിന്റെ സ്മരണ പുതുക്കാനായിട്ടുള്ള പരിപാടികൾ ഇന്നും വൈകുന്നേരം അവിടെ ഘോഷയാത്ര നടക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു അനുസ്മരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകം മുഴുവൻ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വലിയൊരു പകർച്ചവ്യാധി. ആ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ഔപചാരികമായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങുകൾക്ക് ധാരാളം പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നുവെങ്കിൽ നേരിട്ട് തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാനുമുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ തന്നെ പ്രതീക്ഷിക്കുകയാണ് സ്വയം. ഏതായാലും അത് സാധിക്കാതെ വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ തരത്തിൽ ഓൺലൈനായിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടകരെ ഞാൻ ഏതായാലും ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം പരിപാടികൾ ഇന്ന് ലോകം മുഴുവൻ തന്നെ
വിവിധ വിഷയങ്ങൾ അനുസ്മരിക്കാൻ, വിവിധ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒക്കെ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അതിൽ പങ്കാളികളാക്കാൻ സാധിക്കുകയാണ്. ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്നത് പോലെ ഉൾസൂരിൽ ഈ തടാകക്കരയിൽ നടക്കുന്ന സാധാരണ പതിവ് ചടങ്ങായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഈ ചടങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനോ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒരുപക്ഷെ ലഭിക്കുമായിരുന്ന അവസരം പരിമിതമായിരിക്കും. പക്ഷെ ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ പരിപാടി നടത്താൻ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ബാംഗ്ലൂരിൽ ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെ, കാരണം ഞാൻ ഇതിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഭോപ്പാലിൽ നിന്നും അതുപോലെ വിശാഖപട്ടണത്ത് നിന്നും ഒക്കെയുള്ള ആളുകൾ, അവരുടെയൊക്കെ പേരുകൾ ഞാൻ ഇതിൽ കണ്ടു. അപ്പൊ ആ നിലയിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ഈ പരിപാടി നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെക്കുറിച്ചും ഇന്ന് ലോകം ഒരുപക്ഷെ എന്നത്തേക്കാൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഗവർണർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ശിവഗിരി സന്ദർശനം നടത്തിയതിന്റെ പടങ്ങൾ പത്രങ്ങളിൽ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ശിവഗിരിയിൽ സന്ദർശനം നടത്തുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാരണം അദ്ദേഹം കേരളത്തിന്റെ ഗവർണറാണ്. ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം ശിവഗിരിയിൽ സന്ദർശനം നടത്തുന്നത് വളരെ സ്വാഭാവിക കാര്യമാണ്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ഒരു പടം എനിക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ കൊച്ചുമകന് ശ്രീനാരായണ ഗുരു സമാധിയിൽ, ശിവഗിരിയിലെ സമാധിയിൽ അവിടുത്തെ സന്യാസിമാർ നൽകിയ തീർത്ഥം, ആ തീർത്ഥം അദ്ദേഹം സ്വയം ആ തീർത്ഥം സ്വീകരിച്ചതിന് ശേഷം അത് അദ്ദേഹത്തിന്റെ കൊച്ചുമകന് നൽകുന്ന ഒരു പടം. എന്നിട്ട് ആ കൊച്ചുമകന് ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ദൃശ്യം, ആ ദൃശ്യം ഞാൻ കാണുവാനിടയായി. നമ്മുടെ സമൂഹത്തിൽ നമ്മള് ആരിഫ് മുഹമ്മദ് ഖാൻ അവർകൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൊച്ചുമകന് ഒരു 4 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ, അച്ഛന്റെ കയ്യിലോ ഇരിക്കുകയാണ്. അവൻ ഈ തീർത്ഥത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് അത് സേവിക്കാൻ, അത് രുചിക്കാൻ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്രം, ആ ചിത്രം ഞാൻ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ഈ ചിത്രം എല്ലാവരെയും വളരെ സന്തോഷമുണ്ടാക്കി. കാരണം ഗുരുദേവന്റെ സമാധി ഉൾക്കൊള്ളുന്ന ശിവഗിരിയിലെ പുണ്യ സങ്കേതത്തിൽ താങ്കൾ പോകുന്നു എന്ന് മാത്രമല്ല, താങ്കളുടെ അടുത്ത തലമുറയെ കൂടി ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ താങ്കൾ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഈ കേരളത്തിൽ ഗവർണറായിട്ട് വന്നില്ലെങ്കിലും ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഭാഷയുടെ പ്രത്യേകതകളാകാം. മലയാള ഭാഷയിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും, അദ്ദേഹമല്ല തൃപ്പാദങ്ങളുടെ ജീവചരിത്രമാണെങ്കിലും അതുപോലെ ഗുരുദേവനെ കുറിച്ചുള്ള ഗുരുദേവന്റെ കൃതികളാണെങ്കിലും ഒക്കെ ഇപ്പോ നമുക്ക് ചിലതൊക്കെ മറ്റു ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ മലയാളത്തിനപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്ക്, മലയാള ഭാഷ സംസാരിക്കുന്നവർക്കപ്പുറത്തേക്ക് ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേണ്ടത്ര എത്തിയിട്ടില്ല. അത് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ദർശനങ്ങളും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും, ആ പ്രാധാന്യം സമൂഹം മനസ്സിലാക്കിയേനെ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ബഹുമാന്യനായിട്ടുള്ള ഗവർണർ. കാരണം അദ്ദേഹം ഒരു കാര്യം വളരെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
ഗുരുദേവൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കൊരു ആധ്യാത്മിക വശമുണ്ട്, ഒരു തത്വചിന്താപരമായിട്ടുള്ള വശമുണ്ട്, ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വശവുമുണ്ട്. ഈ സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും വശങ്ങളിൽ ലോകത്ത് നിരവധി ആൾക്കാർ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവർണർ തന്നെ എന്നോട് പറഞ്ഞു, മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കിവിടെ ഇരുന്ന് അറിയാം. നമുക്ക് മാർട്ടിൻ ലൂതർ കിങ്ങുമായിട്ട് മറ്റൊരു തരത്തിലുള്ള ബന്ധമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരുപക്ഷെ അങ്ങനെയുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന പല സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കാൾ വളരെ വലിയ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഋഷിവര്യനാണ്. ഇത് എൻ്റെ വാക്കല്ല, ഇത് ഗവർണറുടെ വാക്കാണ്. അത് പറയാൻ കാരണം ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഗുരുദേവന്റെ ജീവിതകാലം, ആ ജീവിതം എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ ശ്രമിച്ചുവോ ആ മാറ്റങ്ങൾ ഒന്നും തന്നെ ആരുടെയും മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കാതെയാണ് ഗുരുദേവൻ ആ ശ്രമങ്ങൾ നടത്തിയത്. ഒരുപക്ഷെ ഗുരുദേവന്റെ ജന്മം കൊണ്ട് ഗുരുദേവൻ ഏത് സമുദായത്തിലാണോ ജനിച്ചത് ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഗുരുദേവൻ ഈശ്വര തുല്യനാണ്. പക്ഷേ ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ആ സമുദായത്തിൽ പെടാത്ത ആളുകളെ കൂടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാക്കി. നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അതിനപ്പുറത്ത് ഗുരുദേവന്റെ ദർശനങ്ങളും ഗുരുദേവന്റെ തത്വചിന്തയും, ആ തത്വചിന്ത ഉൾക്കൊള്ളാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. അങ്ങനെ ഒരു ദർശനം, ആ ദർശനം കേരളത്തിൽ നിന്ന് നൽകിയ മഹത് വര്യൻ, ആ മഹത് വര്യന്റെ കുറിച്ചുള്ള, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ തൃപ്പാദങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് ലോകമെമ്പാടും എത്തിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് ഗുരുദേവന്റെ പോരായ്മയായിട്ടല്ല ഞാൻ കാണുന്നത്. അത് നമ്മളെപ്പോലെ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരുടെ പോരായ്മയാണ് എന്ന് സ്വയം അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട്, അതിന്റെ പോരായ്മയുടെ ഉത്തരവാദിത്വത്തിൽ ഒരു അംശം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകാം. പക്ഷേ ഭരണാധികാരികൾ ആത്യന്തികമായിട്ട് ചെയ്യുന്നത് എപ്പോഴാണോ സമൂഹത്തിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് അപ്പോഴാണ് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭരണാധികാരിയും ചെയ്യുക. ഇന്ന് ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ശിവഗിരി മഠത്തിന്റെ ശിവഗിരി സന്യാസ പരമ്പര, ശ്രീനാരായണ സന്യാസ പരമ്പരയിൽപ്പെട്ട വിശുദ്ധാനന്ദ സ്വാമിജി, ഇന്ന് ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും തയ്യാറായിരിക്കുന്നു. രാജ്യത്തെ പൊതുസമൂഹത്തിൽ പൗരന്മാർക്ക് നൽകുന്ന ഉന്നതമായിട്ടുള്ള ബഹുമതികളിൽ ഒന്ന്. അത് വിശുദ്ധാനന്ദ സ്വാമിജിക്കുള്ള ഒരു ആദരവല്ല, അത് ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകൾക്കുള്ള ആദരവുമല്ല. പകരം ആ ദർശനങ്ങളെ ഉൾക്കൊള്ളാൻ രാജ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് എന്നുള്ള പേരിൽ ശിവഗിരിയും ചെമ്പഴന്തിയും അരുവിപ്പുറവും കുന്നുംപാറയും ഒക്കെ ഉൾപ്പെടുന്ന 4 കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു തീർത്ഥാടന സർക്യൂട്ട്, ഏതാണ്ട് 70 കോടിയിലധികം ചെലവ് വരുന്ന ഒരു പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാനിത് പറയുന്നത് ഗുരുദേവ ദർശനങ്ങളുടെ മഹത്വവും ഗുരുദേവ ദർശനങ്ങളുടെ പ്രാധാന്യവും ഇത് ഉൾക്കൊള്ളാൻ ഇന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഗുരുദേവൻ
വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനം, ആ തീർത്ഥാടനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് വിഭാവനം ചെയ്യുന്ന കാലത്ത് നമുക്ക് ആർക്കും നമ്മുടെ എന്നല്ല, ഇന്ന് പോലും നമ്മൾ ആലോചിക്കുന്ന ഏറ്റവും ആധുനികമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ, ഏറ്റവും കാലിക പ്രസക്തി ഉണ്ട് എന്ന് കരുതുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളാണ് ഗുരുദേവൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് വിഭാവനം ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചത്. ഇത് ഞാൻ പറയുമ്പോൾ എത്രമാത്രം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് വെക്കാൻ ഗുരുദേവന് സാധിച്ചു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയുടെ പ്രത്യേകതയല്ല, അത് ഗുരുദേവനിൽ ഉൾക്കൊള്ളുന്ന ഗുരുദേവന്റെ ദീർഘദൃഷ്ടാവ് എന്ന് നമ്മൾ സാധാരണ മാനുഷികമായിട്ടുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ പോലും അല്ല. നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്ന എന്നിലും നിന്നിലും എല്ലാവരിലും ഉൾക്കൊള്ളുന്ന, ഇപ്പോ ശ്രുതി ഹരികുമാർ നമ്മുടെ ദൈവദശകം ആലപിച്ചു, എല്ലാറ്റിലും ഉൾക്കൊള്ളുന്ന ആ പ്രപഞ്ചശക്തി സർവ അറിവുകളുടെയും ആ അറിവുകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആ പ്രപഞ്ചശക്തിക്ക് അതീതമായിട്ട് യാതൊന്നുമില്ല. ആ പ്രപഞ്ചശക്തി കുടികൊണ്ടിരുന്ന ഗുരുദേവന് വരാൻ പോകുന്ന കാലം എന്തായിരിക്കും എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കിന്ന് അത്ഭുതമായിരിക്കും. പക്ഷേ അതിലൊരു അത്ഭുതത്തിനും കാര്യമില്ല. കാരണം പ്രപഞ്ചത്തിലെ സർവ അറിവുകളുടെയും സർവ ചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്ന ചൈതന്യത്തിന്റെയും ഒക്കെ ആ ചൈതന്യങ്ങളെല്ലാം തന്നെ, ആ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗുരുദേവന് വരാൻ പോകുന്ന കാലം എങ്ങനെയായിരിക്കും, ആ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടാൻ ലോകം ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതമോ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ കരുതുന്ന ഒന്നോ ഒക്കെ ആവാം. പക്ഷേ അത് ഗുരുദേവന്റെ ആ മഹത്വത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. അത് മാത്രം മതി ഗുരുദേവന്റെ ഇന്നത്തെ ഭൗതിക തലത്തിൽ ഗുരുദേവന്റെ മഹത്വത്തെ കുറിച്ച് വിലയിരുത്താൻ. ഒരു ഭൗതിക തലത്തിൽ വിലയിരുത്തുകയാണ് ഞാൻ. കാരണം ഇന്ന് പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതകാലത്ത് അതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ ഭൗതിക ശരീരം നിലനിൽക്കെ തന്നെ അതൊക്കെ ശിഷ്യന്മാരോട് പറയുക. ഈ ഒരു കാര്യം മാത്രം മതി ഗുരുദേവന്റെ ദർശനങ്ങളുടെ മഹത്വം, ഗുരുദേവന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത അത് ഉൾക്കൊള്ളാൻ. ഞാൻ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം സാന്ദ്രാനന്ദ സ്വാമികളുണ്ട്, വിഖ്യാതാനന്ദ സ്വാമികളുണ്ട്. അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഗുരുദേവ ദർശനങ്ങളുടെ പൊരുളിനെ കുറിച്ച് അവർ ജീവിതം കാലം മുഴുവൻ അല്ലെങ്കിൽ മുഴുവൻ സമയവും അതിൽ മുഴുകിയിരിക്കുന്ന, അതിനെക്കുറിച്ച് മനനം ചെയ്യുന്ന സന്യാസിമാരാണ്. അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് കർണാടകത്തിൽ ഗുരുദേവ ദർശനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ചതയദിനം കർണാടകത്തിൽ അവധി ആയിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രഖ്യാപിച്ചതായിട്ടാണ് ഞാൻ അറിയുന്നത്. ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് കൂടുതൽ ശക്തമായിട്ട്, കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നൽകേണ്ടതിൻ്റെ ആവശ്യകതയാണ്. വിവിധ ഭാഷകളിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഗുരുദേവ ദർശനങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോ ദൈവദശകം നമ്മൾ പല ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെക്കുറിച്ചും ഗുരുദേവന്റെ ദർശനങ്ങളും അത് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാൻ കർണാടക ഗവൺമെന്റിൽ നമുക്ക്
വ്യക്തിപരമായിട്ടുള്ള പരിചയമുണ്ട്, അല്ലാതെയും ധാരാളം പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ മുൻകൈ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നത് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ, ആ പ്രസിദ്ധീകരണ വിഭാഗങ്ങളെ കൂടി ഈ തരത്തിൽ ഗുരുദേവ ദർശനങ്ങൾ അത് വിവിധ ഭാഷകളിൽ, ഭാരതീയ ഭാഷകളിലും മറ്റ് ഭാഷകളിലുമൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ആ ശ്രമം കൂടി ഗുരുധർമ്മ പ്രചരണ സഭയുടെയും ശിവഗിരി മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ വരും കാലങ്ങളിൽ നമ്മുടെ ശ്രീനാരായണ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിച്ച സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.